ഹലോ, നമുക്കിന്നൊരു വെറൈറ്റി റെസിപ്പി ആയാലോ? എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവാം. ഇത് ഞങ്ങൾ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കടമ്മ തന്നേട്ട മീനാണ്. എന്ത് മീനാണെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ കണ്ടപ്പോൾ അതിൽ തൊലി കണ്ടപ്പോൾ എനിക്ക് മാന്തളുടെ പോലെ തൊലി പോലെ തോന്നിയതുകൊണ്ട് ഞാൻ ആ തൊലി ഉരിഞ്ഞെടുത്തായിരുന്നു. പിന്നെയാണ് അറിഞ്ഞത് ആ തൊലി ഉരിഞ്ഞെടുക്കേണ്ട ആവശ്യമില്ലാന്ന്. എന്തായാലും അത് നമ്മൾ കുറച്ച് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായി മസാല തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്ന വാഴയിലയും, കാരണം ഇവിടെ നമുക്ക് തൊട്ടൊന്നും വാഴയില കിട്ടില്ല, നമ്മൾ ഫ്ലാറ്റ് പോലെ ഇരിക്കണതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് മീൻ വിളിക്കാമെന്ന് വിചാരിച്ചത്. നാട്ടിൽ നിന്ന് വരുമ്പോൾ ഇതൊക്കെ കൊണ്ടുവന്നുകൊണ്ട്. അപ്പോൾ നമ്മളെപ്പോഴത്തേക്കും പോലെ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് പെരുംജീരകവും കറിവേപ്പില ഇട്ടിട്ട് മീൻ രണ്ട് സൈഡും ഒന്ന് മൊരിച്ചെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ എല്ലാവരും മീൻ ചട്ടിയിൽ ഒട്ടിപ്പിടിക്കും. അതിന് വേണ്ടിയിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് മൊരിച്ചെടുത്തതാണ്. മീൻ ചട്ടിയിൽ ഫസ്റ്റ് തന്നെ മൊരിച്ചെടുത്താൽ ഒട്ടിപ്പിടിക്കില്ല. അതിന് ശേഷം അതേ എണ്ണയ്ക്ക് തന്നെ സവാള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, മുളകുപൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, എങ്കിലും എരിവ് കൂട്ടാത്തതുകൊണ്ട് തന്നെ ഞാൻ കാശ്മീരി ചില്ലിയാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഞാൻ എല്ലാത്തിലും കറിവേപ്പില പൊടി യൂസ് ചെയ്യാറുണ്ട്. അതിന് ശേഷം നമ്മൾ ആ മസാല ഉണ്ടാക്കിയത് നമ്മൾ കുറച്ച് നാരങ്ങ നീരൊക്കെ ഒഴിക്കുന്നതാണ് നന്നായിട്ടുണ്ടാവും. എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാൻ ഒഴിച്ചില്ല. നാട്ടിൽ നിന്ന് വാടായതുകൊണ്ട് എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ടാവണമെന്നില്ല. അതിന് ശേഷം പിന്നെ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ ചെയ്യാം. അതിനുള്ളത് നന്നായി വാഴയിലയിൽ പൊതിഞ്ഞ് വെച്ചു. എനിക്ക് കാക്കും മാത്രം മസാല ഇട്ടിട്ട് മക്കൾക്ക് വെറുതെ ഒരു മീൻ മസാല ഇല്ലാണ്ട് ഇതുപോലെ വാഴയിലയിൽ വെച്ചിട്ട് കൊടുത്തു. അതിന് വെളിച്ചെണ്ണയിലിട്ട് അത് രണ്ട് സൈഡൊന്ന് ചൂടാക്കിയെടുത്തു. അതാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി. അത്യാവശ്യം നന്നായിട്ടുണ്ടായിരുന്നു. അതിൽ ഞാനിവിടെ വാഴയില ഇട്ടാത്തതുകൊണ്ട് തന്നെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ചട്ടിയിൽ വെച്ച് വറ്റിച്ചെടുക്കാറാണ് പതിവ്. ചില മീനുകൾ, എല്ലാ മീനുകളും ചില